നമ്മൾ കഴിഞ്ഞ ദിവസം ഫോനോൺ വരെയാണ് ഡിസ്കസ് ചെയ്ത് നടത്തിയത്. അതായത് ഒരു ലാറ്റിസിൽ ഒരു വൈബ്രേഷൻ, ലാറ്റിസ് വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്കൊരു ഫോനോൺ അല്ലെങ്കിൽ ക്വാണ്ടൈസ്ഡ് ഫോം ഓഫ് ലാറ്റിസ് വൈബ്രേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. അവിടെ നമ്മൾ പറഞ്ഞാണല്ലോ. അപ്പോൾ ഒരു ആറ്റം റെസ്റ്റിലായിരിക്കുമ്പോൾ വെൻ വി അപ്ലൈ തെർമൽ എനർജി, നമ്മളൊരു തെർമൽ എനർജി കൊടുത്തു കഴിയുമ്പോഴാണ് ഈ ഫോനോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വെൻ വി അപ്ലൈ എ തെർമൽ എനർജി ടു എൻ atom or molecule, then the lattice will be start to vibrate, and the atoms are oscillate with respect to equilibrium position. The atoms are oscillate with respect to equilibrium position. And we can consider it as an elastic wave. നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു നിർത്തി. ഇതിനെ ഒരു ഇലാസ്റ്റിക് വേവ് ആയിട്ട് എടുക്കാം. അവിടെ നമുക്ക് രണ്ട് ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ x = 0 ആണിത്, ഇത് x = L ആണെങ്കിൽ ഇവിടുത്തെ അതേ പ്രോപ്പർട്ടി തന്നെയായിരിക്കും ഈ ഒരു പോയിന്റിലും. അപ്പൊ നമ്മൾ അതിനെ ഫസ്റ്റ് ബ്രിലൗണിയൻ സോൺ എന്നൊക്കെ വിളിച്ചാൽ, ഫസ്റ്റ് ബ്രിലൗണിയൻ സോൺ, സെക്കൻഡ് ബ്രിലൗണിയൻ സോൺ, ഇങ്ങനെ പേര് വിളിച്ച് നടത്തി. ഇനി നമ്മൾ പറയുവാണ്, നമ്മളുടെ ഈ ഇലാസ്റ്റിക് വേവ് അല്ലെങ്കിൽ ഫോട്ടോൺ, അത് എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ഫോം ചെയ്യും. X is the displacement produced by this elastic wave, and like u of x or v of d എടുക്കാം. u of x is the velocity. അപ്പൊ u എന്ന് പറയുന്നത് ഹലോ u of x is equal to dx by dt. വിഷ്ണുവിനോട് ഒന്ന് മ്യൂട്ട് ചെയ്യാവുന്ന. അപ്പൊ എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റിലോട്ട് ഒരു ഇലാസ്റ്റിക് വേവ് ആയിട്ട് ഫോട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ that u of x is equal to its velocity, then we can write it as the strain. നോക്കിക്കോണേ, സ്ട്രെയിൻ ഇവിടെ ടെക്സ്റ്റിൽ, അലിയോമറിന്റെ ടെക്സ്റ്റിൽ സ്മോൾ ഇ എന്ന് പറയുന്ന ടൈമിൽ തന്നിരിക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു du by dx. അതായത് ചേഞ്ച് ഇവിടെ നമുക്ക് ആക്ച്വലി ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ അനുസരിച്ചുള്ള വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് സ്ട്രെയിനെ വേണമെങ്കിൽ ഈ സ്മോൾ ഇ കൊണ്ട് എഴുതാം. വാല്യൂ എടുക്കണമെന്നില്ല, ജസ്റ്റ് വാല്യൂവിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. നമുക്ക് ഇ എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ സ്ട്രെയിന്റെ വാല്യൂ റെപ്രസെന്റ് ചെയ്യാം. റെപ്രസെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹൂക്സ് ലോ എന്നാന്ന് അറിയാം. ഹൂക്സ് ലോ എന്നാണ്? ഹൂക്സ് ലോ, വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ശരിയല്ലേ? സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഓർ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുവാണെങ്കിൽ, ഇപ്പം വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്, ഇപ്പം യങ്സ് മോഡുലസ് ആണെന്ന് ഇരിക്കട്ടെ. യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പൊ നമുക്ക് എസിനെ സ്ട്രെസ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എസ് ബൈ ഇ എന്ന് എഴുതാം അല്ലേ? നമ്മൾ നേരത്തെ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇ ആയിട്ട് കൊടുക്കാം. സോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. ദെൻ നമുക്ക് ഈ യങ്സ് മോഡുലസിനെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലെങ്കിൽ എസ് ബൈ ഇ എന്ന് എഴുതാം. അപ്പൊ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിന്റെ ഇക്വേഷൻ, എത്രമാത്രം സ്ട്രെസ് ഉണ്ടാവും ഒരു ലാറ്റിസ് വൈബ്രേഷനിൽ ഉണ്ടാകുന്ന എമൗണ്ട് ഓഫ് സ്ട്രെസ്,
ലാറ്റിസ് വൈബ്രേഷന്റെ കേസിൽ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ദാറ്റ് മെറ്റീരിയൽ. ദാറ്റ് ഇസ് C is equal to cross multiply y into E. That is equal to S. സോ ഇനി ഇവിടെ യു നമ്മൾ എടുക്കല്ലേ. യു എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റിക് വേവ് ആയിട്ടാവും. ഇലാസ്റ്റിക് വേവ് ആയിട്ട് പോകുമ്പോഴത്തേന് നമുക്കതിനെ എന്നാ പറയുക, ഇലാസ്റ്റിക് വേവ് എന്ന് പറയുമ്പം അതിനെ വേവ് ഇക്വേഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ആക്ച്വലി അതൊരു ഇലാസ്റ്റിക് വേവ് ആണ്. അപ്പൊ ഒരു ഇലാസ്റ്റിക് വേവിന്റെ ഇക്വേഷൻ യു ഈസ് ഈക്വൽ ടു അല്ലെ യു ഓഫ് എക്സ് എന്ന് പറയുന്നത് AE⁻I into KX minus ഒമേഗ ടി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ആറ്റം അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിങ്ങിന് ഇരിക്കുന്ന ആറ്റം അവിടെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യുക. അപ്പൊ അവിടെ ഒരു SHM അല്ലെങ്കിൽ ഒരു ഇലാസ്റ്റിക് വേവ് that is produced, and that is elastic wave U of x is equal to AE⁻I into KX minus omega t. നമുക്ക് അവിടെ നമുക്ക് k യുടെ വാല്യൂ അറിയാം അല്ലെ. K equal to 2 pi by lambda. സോ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം AE⁻I into എന്നാ പറ്റി, ഞാൻ ലെഫ്റ്റ് ആയി പോയായിരുന്നോ? ഹലോ ഹലോ സാർ. കേൾക്കായിരുന്നോ? ഓക്കെ, എനിക്കിവിടെ റേഞ്ച്, നമുക്ക് ഇന്ന് ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമില്ല ലൈബ്രറിയിൽ ആക്ച്വലി. ഓക്കെ, then AE⁻I into K is equal to 2 pi by lambda into x minus omega t എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഇലാസ്റ്റിക് വേവിന്റെ അല്ലെ ഒരു ഫോട്ടോണിന്റെ വേവ് ഇക്വേഷൻ ചോദിച്ചാൽ നിങ്ങളിത് ഈ ഇക്വേഷൻ തന്നെ അങ്ങ് എഴുതിയാൽ മതി, നോ പ്രോബ്ലം. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്, അതൊരു വേവ് വെക്ടർ ഫോം ആയതുകൊണ്ട് കെ എന്ന് പറയുന്നതിനായിരിക്കും കെനെ നമുക്ക് വേവ് വെക്ടർ എന്ന് വിളിക്കാം. വേവ് വെക്ടർ ഓർ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. സോ ഇതാണ് ആദ്യം ഞാനിപ്പം ഇനിഷ്യലായിട്ട് പറഞ്ഞത്. ഇനി ഇത് കെ ഇൻ ടേംസ് ഓഫ് ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കെയുടെ ടൈമിൽ? ഒമേഗ ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു കെ എന്ന് എഴുതാം അല്ലെ. ഒമേഗ ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു കെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ എസ് സഫിക്സ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ നോക്കിക്കഴിയുമ്പോൾ എസ് കാണും കേട്ടോ. അത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഡിസ്പേഴ്സൺ റിലേഷനാണ്. ഡിസ്പേഴ്സൺ റിലേഷൻ, ഡിസ്പേഴ്സൺ റിലേഷൻ ഫോർ എ ഫോട്ടോൺ. ഒരു ഫോട്ടോണിന്റെ കേസിൽ ഡിസ്പേഴ്സൺ റിലേഷൻ ഏതാണ്? ഒമേഗ ഈക്വൽ ടു ന്യൂ ഇൻറ്റു കെ. അപ്പം നമുക്കൊരു ഗ്രാഫ് ഇപ്പൊ തന്നിരിക്കുകയാണ്. ഇത് നമ്മളുടെ ഗ്രാഫ്. ഇത് ഒമേഗയുടെ വാല്യൂ y ആക്സിസിൽ, കെയുടെ വാല്യൂ x ആക്സിസിൽ. then the graph should be a straight line which passing through the origin. അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊരു സ്ലോപ്പ് എടുക്കാൻ പറ്റും അല്ലേ. ഇങ്ങനെ ഒരു സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്നാ പറ്റും? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു നമ്മൾ ഗ്രാഫ് ഒക്കെ ചെയ്യുന്ന y ബൈ എക്സ്. അപ്പൊ ഇത്രയും ഒമേഗ, ഒമേഗ ബൈ കെ എന്നാണ്. ഒമേഗ ബൈ കെ, ഇതിനകത്ത് നിന്ന് ഒമേഗ ബൈ കെ എന്ന് പറഞ്ഞാൽ എത്രയായും? ന്യൂ എസ് ആവും. ന്യൂ എസ് ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. ഓർ ഇതിനകത്ത് തന്നെ നമുക്ക് വീണ്ടും നമ്മൾ മുമ്പ് എഴുതിയ റിലേഷൻ ഇല്ല, ഒമേഗ ഈസ് ഈക്വൽ ടു ന്യൂ എസ് ഇൻറ്റു കെ. ആക്ച്വലി ദിസ് ഈസ് ദ ഡിസ്പേഴ്സൺ റിലേഷൻ ഓർ ഡിസ്പേഴ്സൺ വേവ് റിലേഷൻ ഫോർ ആൻ ഇലാസ്റ്റിക് വേവ്. ഡിസ്പേഴ്സൺ wave. Dispersion wave no madi. Dispersion wave of an dispersion relation for an
ഇലാസ്റ്റിക് വേവ്. അതാണ് ഇന്നിപ്പോൾ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ച ഒരു സ്മോൾ ഹെഡിങ് ആണ്. എന്താണ് ഇത്? വേവ്. അതുമൂലം നമുക്കൊരു ഇലാസ്റ്റിക് വേവ് ഉണ്ടാകുന്നുണ്ട്. ആ ഇലാസ്റ്റിക് വേവിന്റെ വേവ് ഇക്വേഷൻ അത് ബൗണ്ടറി കണ്ടീഷൻ അനുസരിച്ച് ബ്രിലൗണിയൻ സോൺ, ഒരു ബ്രിലൗണിയൻ സോൺ അല്ലെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞ 2π/a, π/a, 2π/a അങ്ങനെ എക്സിട്ര ആ ഒരു വാല്യൂവിൽ മാത്രമേ അവന് അതിനെ വിത്തിൻ ദാറ്റ് ലിമിറ്റിൽ മാത്രമേ അവന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തുടങ്ങുന്നതും തീരുന്നതും നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് എടുക്കാം. അങ്ങനെ വരുന്നിടത്ത് എക്സ് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റും യു ഇതുമായിട്ട് വെലോസിറ്റി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ യുവിനെ നമുക്ക് വേവ് ഇക്വേഷന്റെ ടേമിൽ തന്നെ എഴുതാം. a⁻⁴ kx−ωt. അതിൽ നിന്ന് നമ്മൾ ഹൂക്സ് ലോ എടുത്തു, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ എഴുതി. ദാറ്റ് ഇസ് ഡിപ്പെൻഡ് അപ്പോൺ ദ യങ്സ് മോഡുലസ് ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ദാറ്റ്. ഏത് മെറ്റീരിയൽ ആണോ ആ മെറ്റീരിയലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ അതിൽ നിന്ന് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിന് ശേഷം നമ്മൾ ഡിസ്പേഴ്സൺ റിലേഷൻ in terms of propagation constant or wave vector k യുടെ ടേമിൽ എഴുതാം. ഒമേഗ വേഴ്സസ് കെ വരച്ചാൽ നമുക്കൊരു ഗ്രാഫ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. By find out in the slope, we can calculate the news or frequency. The frequency of our elastic wave കണ്ടുപിടിക്കുന്നതാണ് by this relation. Mu s is equal to omega by k from the dispersion graph or dispersion relation of an electromagnetic or elastic wave. Electromagnetic എന്ന് പറയാൻ പറ്റില്ല, elastic wave. Next heading is thermal properties of solids. Actually, I refer the textbook as S.O.Pilla. S.O.Pilla is very beautiful ആയിട്ട് എഴുതിയിട്ടുണ്ട്. S.O.Pilla പേജ് നമ്പർ 333. വേറൊരു ടൈറ്റിലേക്ക് വരും കേട്ടോ. സോ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി സോളിഡ്. തെർമൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഹീറ്റ് കപ്പാസിറ്റി ഓർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓർ ദാറ്റ് ഓൾസോ can be referred as specific heat. എന്താണ് സ്പെസിഫിക് ഹീറ്റ്? The amount of heat that is required to rise the temperature of a substance to 1 degree Celsius. ഒരു വസ്തുവിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാൻ നമുക്ക് ആവശ്യമായ ഹീറ്റ് എനർജി. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ക്യൂവിനെയാണ് നമ്മൾ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ക്യൂവിന് പകരം സ്മോൾ ക്യൂ എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷയ്ക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതിക്കോ, എനിക്ക് കുഴപ്പമില്ല, മനസ്സിലാവും. ക്യൂ ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ്. അപ്പം ഹീറ്റ് കപ്പാസിറ്റി അതൊരു ഫസ്റ്റ് ടൈം ആണ്. ഹീറ്റ് കപ്പാസിറ്റി, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ 1 degree Celsius. ഇതുപോലെ തന്നെ നമ്മൾ 2 ടേമോടെ പഠിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് heat capacity. Enna rose a specific heat capacity. Specific heat capacity. One second. The amount of heat required to rise the temperature of a substance to 1 degree Celsius or unit mass. അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പം ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ the amount of heat by rise the temperature. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റിന് ഞാൻ സി സഫിക്സ് ആയിട്ട് എച്ച് എന്ന് എഴുതി കേട്ടോ. ഹീറ്റ് കപ്പാസിറ്റി CH is equal to Q by delta T. Okay, amount of heat raised to 1 degree Celsius. അപ്പം ടെമ്പറേച്ചർ കൊണ്ട് ഡിഗ്രി ഡിവൈഡ് ചെയ്താൽ മാത്രമേ ഇതിലാവും. ഇനി ഹീറ്റിന്റെ യൂണിറ്റ് എന്നാ? ജൂള്. നമുക്ക് ടെമ്പറേച്ചറിന് വേണേൽ ഡിഗ്രി സെൽഷ്യസിൽ എഴുതാം. ഇവിടെ ഡിഗ്രി സെൽഷ്യസ് ഞാൻ പറഞ്ഞുകൊണ്ട് ഡിഗ്രി സെൽഷ്യസിന് എഴുതാം. സോ ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ് ഓർ ജൂൾ ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1 ഓർ
joule, otherwise we can represent in terms of Kelvin. Joule Kelvin raised to minus is the equation for CH, and this is its unit. This is in terms of SI unit system. So here specific heat in the amount of heat raised to divided by mass CS C specific heat. Raise the temperature of Q of a substance to rise any temperature delta T. Of unit mass mass കൊണ്ട് divide ചെയ്താലേ unit mass ആവൂ. So m into delta T. So that is equal to ഇതുപോലെ യൂണിറ്റ് എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യൂണിറ്റ് ജൂൾ ഉണ്ട് പെർ നമുക്ക് ഗ്രാം എഴുതിയേക്കാം. ഗ്രാം ഡിഗ്രി സെൽഷ്യസ് അല്ല CGS സിസ്റ്റത്തിൽ എങ്ങനെ എഴുതിയത് അതുകൊണ്ടാണ് ജൂൾ പെർ gram degree Celsius. That is the unit of specific. Similarly, molar specific heat. Vishnu, molar specific heat molar heat capacity. Molar heat capacity. One mole of substance, this mass divided by Cm equal to Q by N into delta T. So, where N is the number of mole. So, joule per mole degree Celsius. Actually, the specific heat is depend on the lattice vibration. That's why I am saying that. Now, ഇവിടെ നമ്മുടെ ലാറ്റിസിൽ രണ്ട് പോയിന്റുകൾ ഇരിക്കുക. ഇതൊരു സോളിഡ് മെറ്റീരിയൽ, ഏതെങ്കിലും ഒരു മെറ്റീരിയൽ സോളിഡ് ആണെന്നിരിക്കട്ടെ. ഇപ്പോൾ വാട്ടറോ H2O ഇനി പറഞ്ഞ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് ഇതിന്റെ ഔട്ട്കം. നമുക്ക് അറിയണ്ടേ. അപ്പൊ ഞാന് ഇവിടെ താഴെ നിന്ന് ഹീറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഹീറ്റ് കൊടുക്കുമ്പോ എന്നാ പറ്റും? These atoms will be start to vibrate. ഇതിന്റെ ലാറ്റിസ് പോയിന്റ് വൈബ്രേറ്റ് ചെയ്ത് വേവ് പ്രൊഡ്യൂസ് ചെയ്യാൻ. പക്ഷെ ഒരു പർട്ടിക്കുലർ വേവ് വരികയും ഒരു പർട്ടിക്കുലർ ഹീറ്റ് വരികയെ ഇപ്പം H2O സോളിഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് അല്ലെ. ഐസ് 0 ഡിഗ്രി സെൽഷ്യസ് വീണ്ടും ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പറ്റും അതൊന്ന് മെൽറ്റ് ചെയ്തു. അപ്പൊ ഈ ലാറ്റിസ് പോയിന്റിൽ നിന്ന് ഇവൻ പറിച്ചങ്ങ് മാറിപ്പോയി. അല്ലെങ്കിൽ ദാറ്റ് ബിക്കം മോർ ഫ്രീ. Then that means it's a melting point. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് റീച്ച് ചെയ്യുമ്പോൾ that start to melt. അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഈ സ്പെസിഫിക് ഹീറ്റ് is different for different material. ഒരു എണ്ണത്തിന് എന്നാ പറയുന്നത്, ഒരു മെറ്റീരിയലിന്റെയും സ്പെസിഫിക് ഹീറ്റ് വേറൊരു മെറ്റീരിയലുമായിട്ട് മാച്ചല്ല. അല്ലെങ്കിൽ സ്പെസിഫിക് ചോദിക്കാവുന്ന ചോദ്യം ഞാൻ പറഞ്ഞുതരാം, ജോഷിനായിട്ട് തന്നെ പറയാം. Why the specific heat is different for different material? Different for different material. Specific heat is different for different material. Why? Because that is depend upon the arrangement of atom, lattice point. ഇതിനെ എല്ലാം ആണ് അറേഞ്ച്. അതുപോലെ ആറ്റത്തിനെ അറേഞ്ച് ചെയ്യുക, ആറ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുക, ആറ്റത്തിന്റെ ലാറ്റിസ് പോയിന്റിലെ അറേഞ്ച്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യാം, അതുപോലെ അവിടുത്തെ ബോണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതിനെ എല്ലാ കെമിക്കൽ ഫാക്ടേഴ്സ്, അവിടുത്തെ ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഓരോ മെറ്റീരിയലിനും ആ മെറ്റീരിയലിന്റെ ഇലാസ്റ്റിക് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യാം, അതിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ആൻസർ എഴുതാൻ പറ്റും. ഡിഫറെന്റ് സ്പെസിഫിക് ഹീറ്റ് ഈസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് മെറ്റീരിയൽ. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം
4148, sorry, 4184 ജൂൾ ഞാൻ 1 കിലോഗ്രാം വാട്ടറിൽ കൊടുത്താൽ അതിന് 1 കെൽവിൻ മാത്രമേ പോകുള്ളൂ. പക്ഷെ അത് 1 കിലോഗ്രാം കോപ്പറിൽ കൊടുത്താൽ 11 കെൽവിൻ വരെ വർദ്ധിക്കും. ഉണ്ടോ? അപ്പൊ നോക്കിയാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വാട്ടറിന് ഭയങ്കര കൂടുതലാണ്, വെരി വെരി ഹൈ. നമ്മൾ പണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം മാപ്പിള കുട്ടികളോട് പറയാം, നമ്മള് ഈ മീൻ കറി വെക്കുന്നത് വറുക്കുന്നതിനേക്കാൾ വിഷമം. ബിക്കോസ് അതിന്റെ 1 കിലോഗ്രാം വാട്ടറിന്റെ ഇപ്പൊ നോക്കി ടെമ്പറേച്ചർ 1 കെൽവിൻ വർദ്ധിക്കുന്ന 4184 ജൂൾ എനർജി കൊടുക്കും. സോ ഇറ്റ്സ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് വെരി ഹൈ. Specific heat of H2O, that is very high. Similarly, there is another term, latent heat. Latent heat of capacity അല്ലെങ്കിൽ vaporization. അത് ലിക്വിഡ് വേപ്പർ ആണ്. അതാണ് നമ്മൾ പറയുന്ന ഈ വണ്ടിയുടെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുന്നതിന്റെ കാരണം. അവിടെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഈസ് ഹൈ ഓർ മാക്സിമം. സോ മാക്സിമം ചൂടിനെ നമുക്ക് വാട്ടറിൽ അബ്സോർബ് ചെയ്ത് വെക്കാൻ പറ്റും. So in terms of specific heat or in terms of latent heat, anyway, whatever we consider, that should depend upon the phonons or the elastic wave produced in that atom. That depend upon the arrangement of lattice points and bases. And also it's depend upon the arrangement of bonds or different bond type of bond, temperature, volume, pressure, and it depend upon the elasticity, elastic strength of the material and everything. That factors also are different. And by considering all these things, we can say that the maximum value of specific heat and also the maximum value of latent heat is for our H2O. Then നമ്മൾ പല ഘട്ടത്തിൽ പറയുന്നുണ്ട് അല്ലെ, +2 കെമിസ്ട്രിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ ഓർ സംതിങ് 4.2 കെൽവിൻ വരെ അവനൊരു പ്രത്യേക ബിഹേവിയർ. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ ബോണ്ടൊക്കെ ആണല്ലേ, ബോണ്ട് സ്ട്രെങ്ത് കുറവാന്നൊക്കെ പറഞ്ഞാലും ദിസ് ഗീവ്സ് ദ മാക്സിമം സ്പെസിഫിക് ആൻഡ് ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി. And that way we can be used just for this type of very practical applications. അപ്പൊ അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം, why water can be used for the coolant agent in nuclear reactor and also the coolant as in our radiator in vehicles. അപ്പൊ നമ്മളവിടെ എഴുതണം, കൃത്യമായ ആൻസർ വേണം, കഥകളൊന്നുമില്ല. സ്പെസിഫിക് കപ്പാസിറ്റി ഈസ് മാക്സിമം. പിന്നെ മാക്സിമം ഉള്ളത് വലിയ വേറെ സബ്സ്റ്റൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അവർക്ക് നമുക്ക് ഭയങ്കര ചെലവായി, കോസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരിതാണ് നമുക്കിത് വാട്ടർ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യും. സോ ബേസ്ഡ് അപ്പോൺ തെർമോഡൈനാമിക്സ് നിങ്ങൾക്കറിയാം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ഓർ ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി. Or if you do external work, so we can write it as delta U minus P into delta V. That is equal to our delta. So ഇതിനെ നമുക്ക് dou Q by dou T അല്ലെങ്കിൽ ഡെൽറ്റ Q by ഡെൽറ്റ T എന്ന് എഴുതാം. ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ that is equal to delta U by delta T. If we neglect the change in volume, then this is our relation. You just write an equation number. നേരത്തെ എഴുതിയതിന്റെ ബാക്കിയാണ്. അപ്പം ഡോ യു ബൈ ഡോ ടി എഴുതാം അല്ലെ. ഡോ ക്യൂ ബൈ ഡോ ടി is equal to ഡോ യു ബൈ ഡോ ടി. That is depends the internal energy. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെസിഫിക് ഹീറ്റ് അല്ലെങ്കിൽ ഇവിടെ നമുക്കപ്പം
മെയിൻ ഒരു പോയിന്റ് വന്നത് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ഇന്റേണൽ എനർജി ഓഫ് ദാറ്റ് മോളിക്യൂൾ. നമ്മൾ കൊടുക്കുന്ന എനർജി കൊണ്ട് ആ മോളിക്യൂൾ രണ്ട് കാര്യം ചെയ്യാം. അവന്റെ ഇന്റേണൽ എനർജി വർദ്ധിപ്പിച്ച് ഈ പറയുന്നത് പോലെ അവന്റെ വൈബ്രേഷൻ ഒക്കെ കൂട്ടി ഫോനോണിനെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഇലാസ്റ്റിക് വേവ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ കിടന്ന് കളിക്കാം. പിന്നെ എപ്പോഴേലും നമ്മളൊരു എക്സോതെർമിക് ആണെങ്കിൽ അതിന് എക്സ്റ്റേണലി വർക്കും ചെയ്യും, പുറത്തേക്ക് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. അപ്പം ഈ ഡോക്യൂ ബൈ ഡോറ്റി അല്ലെങ്കിൽ നമ്മളുടെ തെർമോഡൈനാമിക്സ് ലോ അനുസരിച്ച് ക്യൂ ബൈ ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെസിഫിക് ഹീറ്റ് ആണ് നമുക്കറിയാം. ഡോക്യൂ ബൈ ഡോറ്റി അല്ലെങ്കിൽ ഇവിടെ നിങ്ങളൊരു കാര്യം ചെയ്യും, കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഈ ഇക്വേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരിക. ഡോക്യൂ ബൈ ഡോറ്റി ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ എങ്ങനെയാവും? അല്ലെ ഇവിടെ ഡെൽറ്റ വി അല്ലേ വരുന്നത്. അപ്പൊ അറ്റ് കോൺസ്റ്റന്റ് വോളിയം എടുത്തു, അപ്പൊ ഈ ടൈം 0 ആയിപ്പോ. ഡെൽറ്റ വി ഇല്ല, അപ്പൊ -0 ആയി. അപ്പം ഇത് നമുക്ക് എഴുതാം സി വി ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ ടി is equal to dou u by dou t. It is a mathematical expression for the specific heat. Because അതുപോലെ തന്നെ you can also know that Cp minus Cv. Cp specific heat capacity at constant pressure. Cv specific heat capacity at constant volume. Cp minus Cv that is equal to capital R or ideal gas constant. R ന്റെ വാല്യൂ എത്രയായിരുന്നു? 8.314, something like that. Much of joule per mole Kelvin. 8.314 joule per mole Kelvin. Okay. ഈ ചാപ്റ്ററിന്റെ ഫൈനൽ ഹെഡിങ് ആയിട്ട് വരും. അതായത് 3 രീതി നമുക്ക് പറയാം. ഇതൊരു ക്ലാസിക്കൽ മോഡലാണ്, അതുപോലെ പിന്നെ ഒരു ഡിബേ മോഡൽ, then ഒരു ഐൻസ്റ്റീൻ മോഡൽ. 3 രീതിയിൽ നമ്മൾ ഈ ഇലാസ്റ്റിക് വേവിനെ അല്ലെ ഇതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ ഒരു ക്ലാസിക്കൽ മോഡൽ നമ്മൾ എടുത്താൽ, ഇപ്പൊ ക്ലാസിക്കൽ മോഡലില് നമുക്ക് ആദ്യം പറയേണ്ടത്, നമ്മൾ എടുക്കുകയാണ്, ഇതൊരു കുറെ പേജ് പോകുന്നു, സോറി. സോ കൺസിഡർ ദ ക്ലാസിക്കൽ മോഡൽ. നമ്മൾ ഈ പറഞ്ഞ ആറ്റത്തിന്റെ വൈബ്രേഷൻ അല്ലെങ്കിൽ ഇതിന്റെ production of this phonon and all these things that we can represent in terms of classical model. Classical model actually that is DULONG, Dulong and Petit law. These two scientists actually they predict 5 to 6 points for developing a classical model of the thermal properties of a solid. First they consider as this all the particles or the lattice points, the atoms in the lattice point which undergo simple harmonic motion, simple harmonic motion. What is a simple harmonic motion? Simple harmonic motion. And the mute cheyamo Vishnu. Hello. Annengil Vishnu mute cheya, alle Vishnu I am waiting room to wait. Vishnu, hello. So first we consider the particle undergo a simple harmonic motion SHM about its equilibrium position. About its equilibrium position. എന്താണ് SHM അല്ലെ സിമ്പിൾ ഹാർമോണിക് മോഷൻ? ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. നിങ്ങൾ നേരത്തെ മെക്കാനിക്സ് പഠിച്ചിട്ടുള്ളതാണ്, പെട്ടെന്ന് ഓർമ്മ വരും. നല്ല രസമാണ് അപ്രൂവ്. F is equal to ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇപ്പൊ നമ്മളൊരു സ്പ്രിങ് പോലെ ഒരു പാർട്ടിക്കിൾ എടുക്കുക.
അപ്പൊ എം ഇങ്ങനെ താഴത്തേക്ക് ആക്ട് ചെയ്യുമ്പം അതിന്റെ വെയിറ്റ് താഴേക്കുണ്ട് അല്ലേ? അപ്പൊ അത് വെയിറ്റ് താഴത്തേക്ക് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ്. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. കൂടുതൽ വലിഞ്ഞാൽ കൂടുതൽ തിരിച്ചു. പക്ഷേ എഫ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഒരു നെഗറ്റീവ് സൈൻ. സോ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് ഓഫ് എക്സ്. എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ്. So F is equal to minus kx. Actually, this is the spring in terms of Hooke's law. We can write the equation for force in terms of Hooke's law. Similarly, we know that by Newton's second law, F is equal to m into E. This is equation number 2. This is equation number 1. We can equate these two things. Ma is equal to minus kx. So, ഇങ്ങോട്ട് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ma plus kx that is equal to 0. Divide ചെയ്യുന്നതിന് മുമ്പ് m into d square x by dt square plus k into x that is equal to 0. ഇനി ഒരു ഡിവൈഡ് ചെയ്യാൻ ഉണ്ട്. Throughout divided by m. d square x by dt square plus k by m into x equal to 0. Put k by m is equal to omega square. So d square x by dt square plus omega square x is equal to 0. This is the equation for a simple harmonic motion. So by this classical theory, where omega is the angular velocity, nu ഉണ്ടായിരുന്നെങ്കിൽ omega is equal to 2 pi nu. omega എന്ന് പറഞ്ഞ ഇവിടെ എത്രയാണ്? ഒമേഗ സ്ക്വയറിനാണ് കെ ബൈ എമ്മിന് കൊടുത്തത്. അപ്പൊ ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് കെ ബൈ എം ആവും. അപ്പൊ ഇവിടെ റൂട്ട് കെ ബൈ എം എന്നുള്ളതിന് നമുക്ക് 2 പൈ ന്യൂ എന്ന് കൊടുക്കാം. സോ ന്യൂ ഈക്വൽ ടു 1/2 പൈ റൂട്ട് ഓഫ് കെ ബൈ എം ഉണ്ടോ? ഇതായിരിക്കും നമ്മുടെ ആറ്റത്തിന്റെ അല്ലെങ്കിൽ വൈബ്രേഷന്റെ ഫ്രീക്വൻസി. നമുക്ക് എന്നെ സിമ്പിൾ ആയിട്ട് തെളിയിക്കുന്നത് F is equal to നമ്മൾ പഠിച്ച പോലെ F is equal to minus kx എടുക്കാം. F is equal to this one എന്നറിഞ്ഞിരുന്നത്. F is equal to minus x directly proportional to minus x. മൈനസ് വരുന്നത് ദാറ്റ് F എന്ന് പറഞ്ഞ വെറും അല്ല, റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. So that is like this. And then constant into directly proportional to constant ആക്കി F is equal to minus kx ആക്കി. By Newton's second law, this is from Hooke's law. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. ഒരു വശത്തേക്ക് കൊണ്ട് ma plus kx equal to 0. m into a ക്ക് പകരം നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൊടുത്തു. Then k by m കോൺസ്റ്റന്റ് ടൈമിലേക്ക് കിട്ടാൻ വേണ്ടി ഇവിടുത്തെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി മാറ്റാൻ എമൗണ്ട് മാറ്റണം. എമൗണ്ട് കഴിച്ചു ആ ടൈമിന് ഒമേഗ സ്ക്വയർ എന്ന് വിളിച്ചു. അപ്പൊ അതിന് ഒമേഗ സ്ക്വയർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒമേഗ എന്ന് പറയുന്ന അതിന്റെ റൂട്ട്. അപ്പം ഒമേഗ 2 പൈ ന്യൂ ആണെന്നുള്ള ഫണ്ടമെന്റൽ ഇക്വേഷൻ നമ്മൾ മുമ്പേ പറഞ്ഞു. അപ്പൊ ന്യൂ അതിനകത്ത് ഒമേഗ ബൈ 2 പൈ. അപ്പൊ 1/2 പൈ റൂട്ട് ഓഫ് കെ ബൈ. നല്ലൊരു ചോദ്യം അല്ലേ? നമ്മുടെ ഒരു ലാറ്റിസ് വൈബ്രേഷന്റെ ഒരു എന്നാ പറയണേ ഫോനോൺ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ലാറ്റിസ് വൈബ്രേഷന്റെ ഫ്രീക്വൻസി ദാറ്റ് ഇസ് ന്യൂ ഈക്വൽ ടു 1/2 പൈ റൂട്ട് ഓഫ് കെ ബൈ. ഇത് തന്നെ നമ്മൾ മെക്കാനിക്സിൽ നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ പഠിച്ചു. മെക്കാനിക്സിൽ ആക്ച്വലി സ്പ്രിങ്ങിന്റെ കേസിൽ, സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ, അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ ലഗ്രാഞ്ചിയൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം എഴുതുന്നത്. we need this equation at all these cases. എഴുതിയെടുത്തായിരുന്നു ഇത്? So it is always produced in simple harmonic motion. This vibration of the particle produce simple harmonic motion with respect to its equilibrium position. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന്റെ കേസിൽ ഈ ഇത് എഴുതിയിരിക്കണം ഡെറിവേഷൻ കേട്ടോ. 5 സിമ്പിൾ പോയിന്റ് ആയിട്ടാണ്. പക്ഷെ അതിന്റെ ഒന്നാമത്തെ കേസിൽ ഞാനിപ്പോൾ പറഞ്ഞ ഡെറിവേഷൻ ഒന്ന് എഴുതിയായിരുന്നു. സോ സെക്കൻഡ് കേസ്
the vibration is in same frequency. Vibration the frequency same ആണ്. അപ്പൊ ഇങ്ങനെ ലാറ്റിസ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഇതിന്റെയാണ് നമ്പർ ഓഫ് വൈബ്രേഷൻസ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഇൻ 1 second. ദാറ്റ് ഈസ് ഫ്രീക്വൻസി. ദാറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണെങ്കിലും എനർജി ഈസ് ഡിഫറെന്റ്. അപ്പൊ ഒരു ആറ്റത്തിലെ തെർമൽ എനർജി അല്ലെ അത് മൂലം ഉണ്ടാകുന്ന വൈബ്രേഷണൽ എനർജി ഡിഫറെന്റ്. അതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാല് ദ വൈബ്രേഷൻ ആംപ്ലിറ്റ്യൂഡ് ഈസ് സംടൈംസ് ഡിഫറെന്റ്. കൂടുതൽ ഹീറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഒരു ഇരുമ്പ് റോഡ് എടുത്ത് വെച്ചിട്ട് ഇവിടെ ഹീറ്റ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ആറ്റത്തിന് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ആയിരിക്കും കൂടുതൽ, ഇങ്ങോട്ട് വൈബ്രേഷൻ അനുസരിച്ച് കുറവായിരിക്കും. So second point is that the frequency is a constant but the energy is different because the vibrating amplitude is different. Because the vibrating amplitude is different. So third point, when we apply this amount of heat energy based upon the classical method, they suggest that by this application of external heat, the internal energy or delta U increased. അറിയാല്ലേ, simple point. Delta U അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ ഇന്റേണൽ എനർജി increase. The next point they say is that the vibration energy value, നമ്മൾ പറഞ്ഞ ആറ്റങ്ങൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എനർജി വാല്യൂ, അതിനൊരു റെസ്ട്രിക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ നോ റെസ്ട്രിക്ഷൻ എനർജി വാല്യൂ വരയ്ക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരു കണ്ടിന്യൂസ് ഗ്രാഫ് ആയിരിക്കും. ക്വാണ്ടം മെക്കാനിക്സിലോട്ട് വരുമ്പോൾ നമ്മൾ പറയും എനർജികളെല്ലാം ഡിസ്ക്രീറ്റ് ആണ്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിനർത്ഥം. ഡിസ്ക്രീറ്റ് ഒരു സ്റ്റേറ്റിന് ശേഷം കണ്ടിന്യൂസ് വാല്യൂ കിട്ടില്ല, പല സമയത്ത് പല വാല്യൂ. ദിസ് ഈസ് ആക്ച്വലി കണ്ടിന്യൂസ്. നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ചില നേരം നമുക്ക് അറിയത്തില്ല എന്നെ കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റ് എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി ഒരു എനർജി, ഇപ്പം എനർജി വേഴ്സസ് കെ വെക്ടറോ എനർജി വേഴ്സസ് നമ്മളുടെ എക്സോ വെലോസിറ്റി ഏത് വരച്ചാലും അവിടെ ഒരു കണ്ടിന്യൂസ് ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് മീൻസ് എനർജി ഹാസ് നോ റെസ്ട്രിക്ഷൻ. അതിന് ഇതിനകത്തൂടെ ഒരു കണ്ടിന്യൂസ് വാല്യൂ അല്ലെങ്കിൽ മറ്റേ ലോണിയൻ സോൺ റെസ്ട്രിക്ഷൻ ഉണ്ടെന്നല്ല, എനർജി വാല്യൂ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്ത് എനർജി ഉണ്ട്, പിന്നെ ഇല്ല, പിന്നെയുണ്ട്, ഇങ്ങനെ അല്ലെങ്കിൽ ക്വാണ്ടൈസ്ഡ് അല്ല, നോട്ട് ക്വാണ്ടൈസ്ഡ് എന്നാണ് ക്ലാസിക്കൽ മോഡൽ. പിന്നെ ഒരു പോയിന്റോടെ ദാറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ഓഫ് ഗ്രാഫ്. അത് നമ്മളുടെ പുസ്തകത്തിൽ തന്നെ എസ്ഒപിള്ള ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 334 ഫിഗർ നമ്പർ 7.1 ഞാൻ വരച്ചു തരാം. അപ്പോൾ നമ്മളുടെ ഗ്രാഫ് എടുക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ടെമ്പറേച്ചർ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് ഇൻ കെൽവിൻ. I can draw it as Celsius. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ എനർജി വാല്യൂ ഇങ്ങനെ കൂടി വന്നേച്ച് ഒരു ഷാർപ്പ് ഇൻക്രീസ്, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറിന്റെ ക്യൂബ്, അത്രയും പെട്ടെന്ന് ഈ മെറ്റീരിയലിനകത്ത് ചൂട് കൂടും. അത് ശരിക്കും അങ്ങനെയല്ലേ? ആദ്യം ചൂട് കൂടാൻ ഒരു ഇച്ചിരി താമസം ഉണ്ടല്ലോ, പിന്നെ വരുമ്പോൾ ഇൻക്രീസ് എന്ന് പറയും. ഈ വര കൂട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്ത് വരും. പക്ഷെ കുറെ കഴിയുമ്പോൾ എന്നാ പറ്റും? ഇത് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് നമുക്ക് ഗ്രാഫ് ഒന്ന് തീർന്നു. ദാറ്റ് മീൻസ് that object or substance that is melted at that point. ഏതൊരു വസ്തു ആണെങ്കിലും നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി അതിന്റെ മെൽറ്റിംഗ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ അത് ഉരുകിപ്പോ. ഭയങ്കരമായിട്ട് അറിയേണ്ട ഒരു കാര്യം ഇത്. കാര്യം ചുമ്മാ ഒരു സെന്റൻസ് ആണ്. ഇപ്പൊ ഞാനൊരു സാമ്പിൾ ഉണ്ടാക്കി,
ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പിൾ ZNO ആണെന്നിരിക്കട്ടെ. അപ്പം ഇത് പൗഡർ ആക്കിയതിന് ശേഷം ഇതിന്റെ അകത്ത് ചേർത്തിരിക്കുന്ന ഇമ്പ്യൂരിറ്റി എല്ലാം പോകാൻ എനിക്ക് ഇതിനെ ഹീറ്റ് ചെയ്യണം. അപ്പൊ എത്ര ഡിഗ്രി വരെ ഹീറ്റ് ചെയ്യണം? എപ്പോഴും ദാറ്റ് ഈസ് ലെസ് ദാൻ ടു ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് അല്ലേ? അതിന്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ താഴെ മാത്രമേ ഹീറ്റ് ചെയ്യാവൂ. അതർവൈസ് നമ്മുടെ സിസ്റ്റം മെൽറ്റ് ആയി പോലെ ഉരുകി പോകും. പിന്നെ അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഉരുകിയ ചെറുമാതിരി ഒറ്റ കട്ടായി. ഈ പൗഡർ ഫോമിലുള്ള സാധനം ഉരുകി ഫ്യൂസ്ഡ് ടുഗദർ ആയി. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ ഈ ഒരു സാധനം ഞങ്ങൾ ഹീറ്റ് ചെയ്ത് 600 ഡിഗ്രി സെൽഷ്യസ്. 600 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്ത് ചെക്സാരി എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് ഇമ്പ്യൂരിറ്റി ഫേസുകളുണ്ട്. അപ്പൊ ഇനി എത്രയിൽ ഹീറ്റ് ചെയ്യണമെന്ന് ആലോചിക്കേണ്ടിയിരിക്കണം. എന്നാന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് പല പല കോമ്പൗണ്ടുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ സിസ്റ്റം ഇച്ചിരി വലിയൊരു സിസ്റ്റം, അതിനകത്ത് ഇപ്പം ZN ഉണ്ട്, ഓയിൽ ഉണ്ട്, നിക്കലുണ്ട്, കോപ്പർ ഉണ്ട്, ഇങ്ങനെല്ലാം ഉണ്ടെന്ന് കുറെ വലിയൊരു സിസ്റ്റം ഉണ്ടാക്കിയതെന്നിരിക്കട്ടെ. ഈ ഓരോന്നിന്റെ മെൽറ്റിംഗ് പോയിന്റ് അറിയണം. അപ്പം എല്ലാത്തിന്റെയും മെൽറ്റിംഗ് പോയിന്റ് താഴെ മാത്രമേ നമ്മൾ ആ സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യാവൂ. Actually, it is a very important point or necessary point based upon the classical theory. So, the dependence of the specific heat of a solid that is gradually increasing, and then there is a sharp shooting, but finally it ends at a point, and that is the melting point. And then you know 3 times of ഇന്റേണൽ എനർജിയുടെ വാല്യൂവിന് കൂടുതലായിരിക്കും എന്നാണ് ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രമേ. ഇനി സെയിം ഗ്രാഫ് തന്നെ അവർ 3 വസ്തുവിന്റെ കമ്പയർ ചെയ്തിരുന്നു. സിലിക്കണിന്റെ കേസിൽ സിലിക്കണേക്കാൾ കൂടുതലാണ് ജർമേനിയത്തിന്, ജർമേനിയത്തെക്കാൾ കൂടുതലാണ് സിൽവർ. ഇപ്പൊ മനസ്സിലായ അതിന്റെ ഇമ്പോർട്ടൻസ്. സിൽവർ നമുക്ക് വീണ്ടും കൂടുതൽ ചൂടാക്കാം, ജർമേനിയം പക്ഷെ അത്രയും ചൂടാക്കാൻ പറ്റില്ല, സിലിക്കണും അത്രയും ചൂടാക്കാൻ പറ്റില്ല. ഇതൊരു സെമി കണ്ടക്ടർ. സിലിക്കൺ, ജർമേനിയം, പിന്നെ വെള്ളി, സിൽവർ. ഇതൊരു 300 ഇവിടെ ഒരു 600 വരയ്ക്കുകയാണെങ്കിൽ ഈ ഷാർപ്പ് ഷൂട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സിൽവറിനാണ്. പക്ഷെ അത് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട്. മെൽറ്റിംഗ് പോയിന്റ് അപ്പം ഇങ്ങ് വരുമ്പോഴാ ഇങ്ങോട്ട്. മെൽറ്റിംഗ് പോയിന്റ് സിലിക്കൺ ആണ് കൂടുതൽ കിട്ടുന്നത്, ജർമേനിയത്തിന് അത് കുറവ് സിൽവർ. പക്ഷേ ഈ പ്രപ്പോർഷണാലിറ്റി കൂടുതൽ വരുന്നത്, ഇവിടെ പ്രപ്പോർഷണാലിറ്റി പറഞ്ഞാൽ TQവിന്റെ പ്രപ്പോർഷണാലിറ്റി പെട്ടെന്ന് നമുക്ക് ചൂടാക്കാൻ പറ്റുന്നത് സിൽവറാണ്. വെരി ലെസ് ടൈം മതി, ലെസ് ടൈമിൽ ലാർജ് ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ പറ്റും. It can be attained with very large temperatures and very small time. With respect to a small time, a sharp shoot like that. So, based upon classical theory, the Dulong and Petit's law predicts some points that depends on the specific heat. The each lattice point undergo SHM, but their frequency is same. Energy is different because amplitude is different. Here the internal energy is increasing, and all the vibrating energy has no restriction, so it is in a continuous energy spectrum that is obtained, or energy is in a continuous. So finally we can conclude that 1, 2, 3, 4 points. The particle of lattice point or atom that is in a SHM. SHM in the case the frequency identified in U is equal to 1/2 pi root of K by M, and the frequency is a constant. Energy is different because amplitude is different. The internal energy is increased by applying the external heat. Finally, the vibrating energy. That value has no restriction, or it is a continuous spectrum, not be a discrete. Yes. Yeah,
സ്ക്രീന് കാണാൻ Okay. സാർ